മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സകല ഇറാൻ പ്രേമികളുടെയും നെഞ്ചടിപ്പ് കൂട്ടുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി കോമയിലാണ്, വിഷമുള്ളിലെത്തിയിട്ട് വലിയ ഗുരുതരാവസ്ഥയിലാണ് എന്നൊരു വാർത്ത വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ഖൊമൈനി കൊല്ലപ്പെട്ടു എന്ന തരത്തിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയം വരെ ഇറാൻ ഔദ്യോഗികമായിട്ട് ഈ ഖൊമൈനി കൊല്ലപ്പെട്ടു എന്നൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട, മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമുള്ളത്. ഹമാസിന്റെ നമുക്ക് കുറച്ച് മുമ്പേ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അതായത് ഹമാസിന്റെ പ്രധാനമന്ത്രി, ഈ ഹമാസിന്റെ മേധാവി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അതിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന റൗഹി മുസ്തഫ എന്ന ഭീകരൻ ഈ കൊല്ലപ്പെട്ടിട്ട് 3 മാസങ്ങൾക്ക് ശേഷമാണ് ഈ റൗഹി മുസ്തഫ കൊല്ലപ്പെട്ടു എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത്. 3 മാസങ്ങൾക്ക് മുമ്പേ തന്നെ കൊല്ലപ്പെട്ടതാണ് എന്നൊക്കെ വാർത്ത വന്നിട്ടുള്ളതിന്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹമാസിന്റെ ഈ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട സമയത്ത്, യഹിയ സിൻവാർ കൊല്ലപ്പെട്ട സമയത്ത്, എന്തിനേറെ പറയുന്നു ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട മേധാവിയായിരുന്ന ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ട സമയത്ത്, അത് കഴിഞ്ഞ് വന്ന ആസിം സഫീദ്ദീൻ കൊല്ലപ്പെട്ട സമയത്ത്, ഇത്തരം മേധാവിമാരായിട്ടുള്ള ഭീകരന്മാരൊക്കെ കൊല്ലപ്പെട്ട സമയത്ത് തന്നെ യാതൊരു തരത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇസ്രായേലിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടി കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇത്തരം ഭീകരവാദികളൊക്കെ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഹിസ്ബുള്ളയും ഹമാസൊക്കെ തന്നെ ആ കൊല്ലപ്പെടലും ആ ഒരു മരണവും ഒക്കെ തന്നെ അംഗീകരിച്ചത് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അതേപോലെ ഒരു പ്രധാനപ്പെട്ട വിഷയമില്ലേ, ഹിസ്ബുള്ളക്ക് നേരെ പേജർ ആക്രമണം നടത്തിയിട്ട് വലിയ രീതിയിലുള്ള ഒരു പേജർ ആക്രമണമായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രായേൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്നും ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുമില്ല. പലതും ഏറ്റെടുക്കാറുണ്ട്, ഇനി ഏറ്റെടുക്കാതെ തന്നെ സ്ഥിരീകരണങ്ങൾ നടത്താറുണ്ട്. ഈ ഔദ്യോഗിക സ്ഥിരീകരണം വരാൻ എന്തു തന്നെയാലും കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് വരുമെനി വേണമെങ്കിൽ ഇറാന് സ്ഥിരീകരണം ഞങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഖൊമൈനി കൊല്ലപ്പെട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരിക്കലും ഇറാൻ ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങളുടെ ഖൊമൈനി കൊല്ലപ്പെട്ടു എന്നൊരു സ്ഥിരീകരണം നടത്തില്ല. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പേ അല്ലേ ഇസ്രായേൽ വലിയ രീതിയിലുള്ളൊരു വ്യോമാക്രമണം ഇറാനിലേക്ക് നടത്തിയിട്ടുള്ളത്. ആ സമയത്ത് കൊല്ലപ്പെട്ട് ലോകത്തിനു മുന്നിൽ ഇറാൻ നാണം കെടാത്തൊരു അവസ്ഥയിലേക്ക് വേണമല്ലോ. പരമോന്നത നേതാവൊക്കെ കൊല്ലപ്പെട്ടാലും അതൊരു മരണമാക്കി മാറ്റലൊക്കെ ലോകത്തിന് മുന്നിൽ അവർക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു കൊല്ലപ്പെടൽ സ്ഥിരീകരണം എന്ത് തന്നെയാലും പെട്ടെന്നുണ്ടാവില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഔട്ട്സൈഡിൽ സോഴ്സും ഉപയോഗിച്ച് പല ആളുകളും പല രീതിയിലും വലിയ രീതിയിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിഷമുള്ളിലെത്തിയിട്ട് തന്നെയാണ് കോമാവസ്ഥയിലായിട്ടുള്ളത്, ഗുരുതരാവസ്ഥയിലായിട്ടുള്ളത് എന്ന രീതിയിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷം ഉള്ളിലെത്തി എന്നൊക്കെ പറയുന്നതിന് കൃത്യമായിട്ട് മൊസാദുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ടൂത്ത് പേസ്റ്റില്, ചോക്ലേറ്റുകളിൽ അങ്ങനെ വളരെ നിസ്സാരമായ രീതിയിൽ വിഷം ഉൾപ്പെടുത്തിക്കൊണ്ട് മൊസാദ് ഇത് പല സമയങ്ങളിലും പല ആളുകൾക്ക് നേരെയും പ്രയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു ഓപ്പറേഷനിലാണ് ഈ ഖൊമൈനി വീണിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചകൾക്കൊപ്പം തന്നെ വലിയൊരു വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. നമുക്കെല്ലാവർക്കും തന്നെ അറിയുന്നൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. ഇറാൻ ഭരണകൂടത്തിനെതിരെ, ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തിനെതിരെ ഈ ഇറാനിലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ പെൺകുട്ടികളൊക്കെ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ, ഹിജാബ് വിഷയം ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഇറാൻ മതഭരണകൂടത്തിനെതിരെ ഇറാനിയൻ പെൺകുട്ടികൾ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സമരത്തിൽ പങ്കെടുത്ത, ഈ ഇത്തരം സമരത്തിലും പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്ത കുട്ടികളുള്ള യൂണിവേഴ്സിറ്റിയിൽ വ്യാപകമായിട്ട് ഫുഡ് പോയിസൺ വന്നിട്ട് ദുരൂഹ സാഹചര്യത്തിൽ ഒരുപാട് പെൺകുട്ടികൾ
കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ വിഷയമൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് മൊസാദ് ചെയ്തത് ഈ ഒരു വിഷം കൊടുത്ത് ഖൊമൈനിയെ ഗുരുതരാവസ്ഥയിലാക്കി, കോമയിലാക്കി എന്ന് പറയുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്നത് വാളെടുത്തവൻ വാളാൽ എന്ന് തന്നെയാണ് കൃത്യമായിട്ട് ഈ വിഷയങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതായത് ഈ ഇറാന്റെ മതഭരണകൂടം ചെയ്ത നെറികേട്, അതേപോലെ തന്നെ നെറികെട്ട അവസ്ഥയിൽ തന്നെയാണ് മതഭരണകൂടത്തിന്റെ മേധാവിയും കൊല്ലപ്പെടുന്നത് എന്നുള്ള തരത്തിലും വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും തന്നെ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ളക്ക് നേരെയും ഇറാന് നേരെയൊക്കെ ആക്രമണങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ ലോകത്തിനോട് ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇറാനിയൻ ജനതയോടും വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇറാന്റെ മതഭരണകൂടത്തെ ഞങ്ങൾ അട്ടിമറിക്കും, ഇറാനിയൻ ജനത വളരെ പെട്ടെന്ന് തന്നെ സ്വതന്ത്രമാവുമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 2 തവണ ലോകത്തോടും ഇറാൻ ജനതയോടും ഉറക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാ. വ്യോമാക്രമണം ഇസ്രായേല് ഇറാനിലേക്ക് നടത്തിയതിന്റെ തൊട്ടു പിന്നാലെയും ഇതേ പ്രഖ്യാപനം തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തോടും ഇറാൻ ജനതയോടും ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള റിസൾട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ അനൗദ്യോഗികമായിട്ട് തന്നെ മറ്റൊരു വാർത്തയും വലിയ രീതിയിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഖൊമൈനിക്ക് പകരം രണ്ടാമത്തെ മകനായിട്ടുള്ള മുജ്തബ ഖൊമൈനിയെ അവർ പരമോന്നത നേതാവ് ആയിട്ട് തിരഞ്ഞെടുത്തു എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനങ്ങൾ പോലെ തന്നെ മതഭരണകൂടം കൃത്യമായിട്ടൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആയത്തുള്ള അലി ഖൊമൈനി തകർന്ന് അല്ലെങ്കിൽ ഒരു ഗുരുതരാവസ്ഥയിൽ ഒന്നുമില്ലെങ്കിൽ ഇനി ഏതാനും ദിവസങ്ങളോ മാസങ്ങൾ കൊണ്ടോ ഇറാന് തന്നെ അംഗീകരിച്ചല്ലേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ തന്നെ കരുതുന്നത്. എന്ത് തന്നെയായാലും മതഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സകല കാര്യങ്ങളും ഇസ്രായേല് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വ്യക്തമാണ്. സുന്നി സായുധ സംഘങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് ഷിയാ ഭരണകൂടത്തിനെതിരെ വലിയ രീതിയിൽ ആക്രമണങ്ങളും നടത്തുന്നുണ്ട്. ആ ആക്രമണത്തില് ഷിയാ ഭരണകൂടത്തിന്റെ, ഖൊമൈനി ഭരണകൂടത്തിന്റെ 10 ഗാർഡുകൾ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു ആഭ്യന്തര കലാപം തന്നെയാണ് ഇറാനിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകളും പല രീതിയിലും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആയത്തുള്ള അലി ഖൊമൈനി ഗുരുതരാവസ്ഥയിലാണ് അല്ലെങ്കിൽ കോമയിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്ത് തന്നെയാലും ഇനിയിപ്പോൾ ജീവിച്ചിങ് വന്നാൽ പോലും ഇസ്രായേൽ അത് വേട്ടയാടി തീർത്തിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.